ഇന്നങ്ങനെ കേരള സർക്കാർ നടത്തുന്ന അങ്ങനെ ഞാൻ തൊഴിൽ മേളയ്ക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതാണ്. ജോബ് ഇൻ്റർവ്യൂസ് ഭിന്നശേഷിക്കാർ ആയിട്ടുള്ള അതിൽ പങ്കെടുക്കാനായി വന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും വീഡിയോകളും എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ചില വീഡിയോകളൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് ചില ഭാഗങ്ങളിലെ ആവുന്നത്ര സംവിധാനം സർക്കാർ സാമൂഹ്യ വകുപ്പ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇനിയും എത്തിച്ചേരുന്ന എല്ലാവരെയും കേരള സർക്കാരിന് വേണ്ടി കേരള നോളജ് ഇക്കോണമി മിഷന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഗവർണറുടെ ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയും അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദുവും എത്തിച്ചേരും. ആ എത്തിച്ചേരുന്ന മുറയ്ക്ക് നമുക്ക് ഉദ്ഘാടന പരിപാടി അപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് നടത്താം. അതിന്റെ പേരിൽ നമ്മുടെ ഇന്റർവ്യൂവും മറ്റു കാര്യങ്ങളും വൈകിക്കേണ്ടതില്ല എന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് ഏതാണ്ട് 40-ലധികം തൊഴിൽദായകർ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ഈ തൊഴിൽദായകരായിട്ടുള്ള മുഴുവൻ പേരെയും കേരള സർക്കാരിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി നോളജ് ഇക്കോണമി മിഷന് വേണ്ടി സ്വാഗതം ചെയ്യുകയും അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. ആദ്യം ഒരു ജോബ് ഓറിയന്റേഷൻ ആണ്. നമ്മൾ ഓൺലൈനായി ജോബ് ഓറിയന്റേഷൻ നേരത്തെ നടത്തിയിരുന്നു. പക്ഷെ അത് അത്രയധികം ഫലപ്രദമായിട്ടില്ല. കാരണം വിവിധ ഭിന്നശേഷി വിഭാഗങ്ങളിലുള്ള എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ആ പരിമിതി. അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൊഴിലന്വേഷകർക്ക് വേണ്ടി ഒരു ജോബ് ഓറിയന്റേഷനോടെ നമ്മൾ തുടരുകയാണ്. തൊഴിൽദായകർ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ജോബ് ഓറിയന്റേഷന് ശേഷം നേരിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് കടക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോബ് ഓറിയന്റേഷൻ നൽകുന്നതിന് വേണ്ടി നമ്മുടെ നോളജ് ഇക്കോണമി മിഷന്റെ പ്രോഗ്രാം മാനേജറായിട്ടുള്ള ചിഞ്ചുവിനെ ക്ഷണിക്കും. വേറെ വേറെ ബിൽഡിങ്ങുകളിലായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞ് ഉച്ചയായ സമയത്തുള്ള വീഡിയോയാണ്. മുഖ്യമന്ത്രിയുടെ സവിശേഷ ജോബ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വിമൻസ് കോളേജിന്റെ മുറ്റത്ത് നമ്മളവിടുന്ന് പുറപ്പെടാൻ നേരം ഇത് കഴിഞ്ഞത് നമ്മൾ പുറപ്പെട്ടു. ഇത്രയും മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോകളും ചില ഫോട്ടോസും. ഇവരെല്ലാം ഒരു ജോലി അപേക്ഷിക്കാൻ വന്നവരും അവിടുത്തെ സ്റ്റാഫും മറ്റ് കോർഡിനേറ്ററുകളും വോളണ്ടിയേഴ്സുകളും ഒക്കെയാണ്. ഫുഡ് കഴിക്കാൻ അവസാനമായി ഫുഡ് കഴിക്കാൻ എല്ലാവരും പോയി തിരിച്ചിറങ്ങുന്നതും കയറുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. എംപ്ലോയേഴ്സ് കഴിക്കുക അവരുടെ ഒരു പെർഫോമൻസ്
നമുക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. ഇവരെല്ലാം ഇവിടെ വോളണ്ടിയേഴ്സായിട്ടും എല്ലാം അവിടെ തന്നെ പഠിക്കുന്നുമാണ്. ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ കൗണ്ടറിൽ തിരക്കില്ലെങ്കിൽ ദയവായി മറ്റുള്ളത് അവിടെ ജോലി ആവശ്യങ്ങൾക്കായിരുന്നു ഇന്നത്തെ പറഞ്ഞോട് 20 മുതൽ 40 വരെയുള്ള ടോക്കൺ നമ്പറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ആയപ്പോൾ എൻ്റെ അച്ഛൻ വിളിക്കാൻ വന്ന് കാറിൽ കയറി പോകാവുന്നത് അതുകൊണ്ട് ഒരു ക്യാമ്പസിനകത്ത് ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ദയവായി ഹെൽപ്പ് ഡെസ്കിൽ ഏൽപ്പിക്കണം. ക്യാമ്പസിനുള്ളിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ നഷ്ടമായിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ തിരികെ ഏൽപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ പാർക്കിൻ്റെ അടുത്താണ് കൊണ്ട് കാറ് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സമയത്ത് ഭക്ഷണം ശരിയാണ്. കുറച്ച് ഫോട്ടോസ് ഇന്ന് എടുക്കാൻ കഴിയും. സംഘടിപ്പിക്കുന്ന കേരള മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന സവിശേഷ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഇന്ന് എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. അതിൻ്റെ വിശേഷങ്ങളുമായി പിന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും.